നമസ്കാരം. ഇപ്പം എൻ്റെ കൂടെയുള്ളത് പൊതുപ്രവർത്തകനായ ശ്രീ ഐസക് ദുരയാണ്. ഞാനിവിടെ ഇദ്ദേഹത്തെ കാണാൻ വരാൻ കാരണം പർളി പഞ്ചായത്തിലെ അംഗനവാടികളുടെ വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സ്ഥിര നിയമനം സംബന്ധിച്ച് സംസാരിക്കാനായിരുന്നു. സംസ്ഥാന ഡയറക്ടറുടെ ഉത്തരവുണ്ടായിട്ടും ഇതുവരെയും ഒരു നിയമനം പോലും നടന്നിട്ടില്ല. ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ നിയമനം പോലും നടന്നിട്ടില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ശ്രീ ഐസക് ദുരെ ഞാൻ കാണാൻ വന്നത്. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോൾ ഇവിടെ ഈ അംഗനവാടി വർക്കർമാരുടെ ഒരു നിയമനം ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത് ഒരു പൊതുപ്രവർത്തക നിലയിൽ? അതായത് സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യം, പർളി പഞ്ചായത്തിൽ ടോട്ടൽ 42 അംഗൻവാടിയാണ് ഉള്ളത്. ഇതിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് 5 വർക്കർമാരുടെ 4 വർക്കർമാരുടെ ഒഴിവും 1 ഹെൽപ്പർ പ്രൊമോഷൻ ഒഴിവും, ടോട്ടൽ അങ്ങനെ 5 വർക്കർമാരുടെ ഒഴിവാണ്. കൂടാതെ 9 നിലവിൽ 9 ഹെൽപ്പർമാരുടെ ഒഴിവുണ്ട്. അംഗൻവാടി ഹെൽപ്പർമാരുടെ ഒഴിവെന്ന് പറയുന്നത് നിലവിൽ 9 ആണ്. ഒരു ഹെൽപ്പറിനെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 10 ഹെൽപ്പർമാരുടെ ഒഴിവാണ് ഉള്ളത്. ഈ 10 ഹെൽപ്പർമാരുടെ ഒഴിവും ഈ വർക്കർമാരുടെ സ്ഥിര നിയമനവും നടത്താൻ വേണ്ടി യാതൊരു തടസ്സവുമില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ തടസ്സമില്ല, ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തടസ്സമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഈ വിഷയത്തിൽ നേരത്തെ 9 മാസമായി വിവിധ തീയതികളിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്കും ഒരു വിവരാവകാശ നിയമപ്രവർത്തകൻ എന്ന നിലയ്ക്കും പർളിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഞാൻ ഈ നിയമനമൊക്കെ സ്ഥിര നിയമനമാക്കണം, അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിവിധ തീയതികളിൽ ജില്ലാ സംസ്ഥാന മേധാവികൾ ഉൾപ്പെടെ നിലവിൽ പാലക്കാട് ICDS പ്രോജക്റ്റ് ഓഫീസറായിരിക്കുന്ന CDPയോട് രേഖാമൂലം ഇമെയിൽ സന്ദേശമായിട്ടും നേരിട്ടും അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചതോടൊപ്പം ഇദ്ദേഹത്തിന് അഭ്യർത്ഥനയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവുകളുണ്ട്. ആ ഉത്തരവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇവർ പോസ്റ്റിംഗ് നിയമനം നടത്തേണ്ടത്. അപ്പോൾ ആ ഉത്തരവ് നമ്പർ അടക്കം ഇന്ന ഉത്തരവ്, ഓരോരോ ഉത്തരവിൻ്റെ നമ്പറും തീയതിയും ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഉത്തരവുകളെല്ലാം പരിശോധിച്ച് നിയമപരമായിട്ട് ചെയ്യാം. നിങ്ങളുടെ മേലുള്ള ജില്ലാ ഉദ്യോഗസ്ഥയായി ഇരുന്ന് അവർ ഇപ്പോൾ പ്രൊമോഷനിൽ പോയ ശ്രീമതി ചിത്രലേഖ എന്ന ഉദ്യോഗസ്ഥർ 2018 ശേഷം ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറുടെ ഭാഗത്തിൽ നിന്ന് അവർ ഇറക്കിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഫയലുകളും പരിശോധിച്ചിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെയും ബഹുമാനപ്പെട്ട സർക്കാരുടെ ഉത്തരവുകളെയും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇവരെ പോസ്റ്റിംഗ് ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല എന്ന് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഇതുവരെ അവർ അത് പരിശോധിക്കാനോ ആ ഫയലുകളെടുത്ത് പരിശോധിക്കാനും ആ ഉത്തരവിനെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കാനും തയ്യാറായിട്ടില്ല. ഈ കാലഘട്ടങ്ങളിൽ എന്താ സംഭവിച്ചത്? 23/11/2023 എൻ്റെ അഭ്യർത്ഥന കത്തുകളുടെ പ്രകാരം വിവിധ തീയതികളിൽ 10 പ്രാവശ്യമാണ് അഭ്യർത്ഥന റിക്വസ്റ്റായിട്ട് കത്തയച്ചിട്ടുള്ളത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ 23/11/2023 ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, താൽക്കാലിക വർക്കർമാരിൽ നിന്ന് സ്ഥിര നിയമനം കൊടുക്കാൻ വേണ്ടി 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അവരെ പോസ്റ്റിംഗ് ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണ് അവർ 7 ദിവസം കൊടുത്തത്? അവർക്ക് സീനിയാരിറ്റി ലിസ്റ്റ് നിലവിലെ പർളി പഞ്ചായത്തിൽ സീനിയാരിറ്റി ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലിരുന്ന് 5 or 6 സഹോദരിമാർ പെർമനൻ്റ് പോസ്റ്റിംഗ് സ്ഥിര നിയമനം കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവർ 4 or 5 ആൾക്കാരാണ്. ഈ 4 or 5 ആൾക്കാർക്ക് വേക്കൻസിയും ഉണ്ട്.
അർഹതപ്പെട്ടവരുമുണ്ട്, ബഹുമാനപ്പെട്ട കോടതിയുടെ തടസ്സമില്ല, ബഹുമാനപ്പെട്ട ഡയറക്ടറുടെ ഉത്തരവുമുണ്ട്, ഇത് ഇംപ്ലിമെൻ്റ് നടത്തണം, ഇത് പ്രവർത്തനമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവുമുണ്ട്. അത് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇതിലില്ല. അതുകൊണ്ട് രണ്ടാമത് ഹെൽപ്പർമാരുടെ കാര്യമില്ല, അവർ 30 ദിവസം സമയം കൊടുത്തു. 30 ദിവസം മതിയായ സമയമാണ്. ഇരുന്നിട്ടും ജില്ലാ ഉദ്യോഗസ്ഥർ CDPOവുമായിട്ട് സംസാരിച്ചിട്ടും അവർ മതിയായ കാല അവകാശങ്ങൾ കൊടുത്തിട്ടും ഈ നിലവിലുള്ള CDPO ഈ സ്ഥിര നിയമനം ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിനെ പോലും പാലിക്കാതെയാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് ഇവരുടെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട ഡയറക്ടറുടെ ഉത്തരവ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇത് ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ് അവർകൾ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടത്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ ഈ നിലവിലുള്ള ഉദ്യോഗസ്ഥർ ഇവർ സർക്കാരെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീമതി വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയും അവർകൾ സർക്കാരുടെ ഭാഗമാണ്, അവർ സർക്കാരുടെ പ്രതിനിധിയാണ്, ജനങ്ങളുടെ പ്രതിനിധിയാണ്. അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിന് ഇവർ ഏതാണ്ട് 6 മാസത്തിന് മേലെയായിട്ടും ഇവർ ആ ഉത്തരവിനെ നടപ്പിലാക്കാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. ഇത് ഒരു സംശയം, ഇതിലിപ്പോൾ ഇതിൽ പ്രതിപക്ഷ നേതാവ് എല്ലാ പഞ്ചായത്തിലും ഉണ്ട് ഇനി അഴിമതി ഉണ്ടോ ഈ സംഭവം? അല്ല, ഇത് അഴിമതി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇവരുടെ നിരുത്തരവാദപരമായ സേവനമാണ്. ഇത് ഇറസ്പോൺസിബിലിറ്റി സർവീസാണ്, ഉത്തരവാദിത്തം ഇല്ലായ്മ ഒന്ന്. രണ്ടാമത് അധികാര ദുർവിനിയോഗം. മൂന്നാമത് ഇംപ്ലിമെൻ്ററി ഫെയിലറാണ് ഇതിൽ കാണുന്നത്. കേരള സർവീസ് ചട്ടം അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥർ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മിനിസ്റ്ററുടെ നിർദ്ദേശത്തിനെയും ഡയറക്ടറുടെ ഉത്തരവിനെയും പാലിക്കാതെയാണ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ജില്ലാ ഉദ്യോഗസ്ഥർ 4/3/2024 അതായത് 6 മാസം കഴിഞ്ഞിട്ട് ഇവർ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തനത്തിൽ എന്നെ തൃപ്തിയില്ല, നിരുത്തരവാദമായിട്ട് പ്രവർത്തനമാണ്, ഇവർക്കെതിരായിട്ട് അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് 4/3/2024 ജില്ലാ ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 4/3/2024 സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 15/5/2024 ഇമെയിലിൽ മുഖാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടി സ്വീകരിക്കണമെന്ന്. മന്ത്ര മീഡിയയ്ക്ക് വേണ്ടി പർലി പഞ്ചായത്തിൽ നിന്നും ശ്രീ ഐസക് ദുരയോടൊപ്പം സനോജ് മന്ത്ര.